മാതൃത്വത്തിൻ്റെ വാത്സല്യഭാവത്തിൽ പിഞ്ചു കുഞ്ഞിനെ മാറാപ്പിൽ ചേർത്ത് പിടിച്ചു പോകുന്നവർ യഥാർത്ഥത്തിൽ ആ കുഞ്ഞിൻ്റെ അമ്മ തന്നെയാണോ? അതോ ഏതെങ്കിലും ദൂരനാട്ടിൽ സമൃദ്ധമായ സ്നേഹം നുകർന്നു വളരേണ്ട കുഞ്ഞുങ്ങളെ തട്ടിയെടുത്ത് വിൽപ്പനയ്ക്ക് ഇറങ്ങുന്നവരോ? സിനിമാ ചിത്രീകരണത്തിനു വേണ്ടി ഈ അവസ്ഥയുടെ നിജസ്ഥിതി തേടുകയാണ് കോയിക്കൽ എന്ന എഴുത്തുകാരൻ. കഥയുടെ കാണാപ്പുറങ്ങളിലേക്ക് കഥാപാത്രങ്ങൾക്കായി അലഞ്ഞു നടന്ന കഥാകൃത്തിന് മുന്നിലേക്ക് കഥാപാത്രങ്ങൾ ജീവനുള്ളവരായി കടന്നുവരുന്നു. പൂർണ്ണത്രേശ കഴിഞ്ഞു. ജോബി, കഥയുടെ ക്ലൈമാക്സ് കഴിഞ്ഞു. ഓക്കെ മാഷെ. മാഷെ, ക്ലൈമാക്സ് എങ്ങനെയുണ്ട്? ആ, കൊള്ളാം ജോബി. ഓ, ഈ പ്രൊഡ്യൂസറെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ജോബി, ഈ ലൊക്കേഷൻ എന്തായാലും ഷൂട്ട് ചെയ്യണം. ശരിയാണ് മാഷെ, സിനിമയ്ക്ക് പറ്റിയ ലൊക്കേഷനാണ്. നമുക്ക് ഈ സ്ത്രീ കഥാപാത്രത്തിൽ നല്ലൊരാളെ വെച്ച് ചെയ്യിക്കണം ജോബി. അതൊക്കെ ശരിയാവും മാഷെ. പ്രൊഡ്യൂസർ കിട്ടിയ മാഷെ? കിട്ടുന്നില്ല ജോബി. മാഷെ ഒന്നേ, അവരെ പോലുള്ളവരുടെ കഥയല്ലേ നമ്മൾ എഴുതിയിരിക്കുന്നത്? അതെ ജോബി, നമുക്ക് അവരോടൊന്ന് സംസാരിച്ചു നോക്കിയാലോ? ഏയ്, അവിടെ നിന്നേ, നിങ്ങളെ തന്നെയാ. എന്താടി ഒരു കള്ളലക്ഷണം? മോഷണം വല്ലതും നടത്തിയോ നീ? എന്താടി മാറാപ്പി? കുളന്തയോ? ഇത് നിന്റെ കുറിച്ച് തന്നെയാണോ? അത് വേറെ വല്ലവരുടെയാണോ? ദേവി, കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട. നിങ്ങളെപ്പോലുള്ളവർ കൃത്യമായി പഠിച്ച ശേഷമാണ് ഞാൻ ഈ കഥ എഴുതിയിരിക്കുന്നത്. ഇത് കണ്ടോ മാഷെ? നിന്റെയൊക്കെ കുഞ്ഞുങ്ങൾ എപ്പോഴും ഉറക്കത്തിലാണല്ലോ. എന്താ ഇതിന്റെ കാരണം? ഈ കുഞ്ഞുങ്ങൾക്ക് മയക്കുമരുന്ന് വരെ കൊടുത്താൽ കൊണ്ടുനടക്കണമെന്നുള്ള കാര്യം ഞങ്ങളൊന്ന് അറിയട്ടെ. നീ ആ കുഞ്ഞിനൊന്നും വളർത്തി കൊച്ചിനെ കാണിക്കടി. ഈ കുഞ്ഞിനെ കണ്ടോ ജോബി? ഇതുപോലുള്ള കുഞ്ഞുങ്ങളാണ് ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത്. ഇവളെയൊക്കെ ഉണ്ടല്ലോ, പിടിക്കും ജോബി അവളെ. എന്താ എന്താ പ്രശ്നം? അല്ല സാർ, ദാ കുട്ടിയെ കണ്ടോ? അത് തമിഴ്ത്തിൻ്റെ കൈവശം ഉണ്ടായിരുന്നതാ. ഞങ്ങൾ പിടിച്ചപ്പോൾ ഈ കുട്ടിയെ ആ കുട്ടിയായി. എന്താ കാര്യം? അല്ല, ഇതാ തമിഴ്ത്തി കട്ടുകൊണ്ടുന്ന കുട്ടിയെ അവൾ ഓടിക്കളയുകയും ചെയ്തു. ഇവരെ പോലുള്ള കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിതൊന്നും ശ്രദ്ധിക്കാറുമില്ല. ഒറ്റ എണ്ണത്തിന് വെറുതെ വിടരുത്. ഇങ്ങനെ കൊണ്ടുനടക്കുന്നത്. ഇതൊക്കെ ഏതെങ്കിലും വീട്ടിൽ നിന്ന് മോഷിച്ചിട്ടുള്ളതായിരിക്കും. നമ്മൾ ആരും ഇത് ശ്രദ്ധിക്കാറില്ല. അതാണ് ഇവർ കൊണ്ടുനടക്കുന്ന കുഞ്ഞുങ്ങൾ എപ്പോഴും മയക്കത്തിലായി. അതിന്റെ കാരണം എന്താ പറയാ? മദ്യവും മയക്കുമരുന്നും എല്ലാം കൊടുത്താൽ വരെ കുഞ്ഞുങ്ങളെ കൊണ്ടുനടക്കുന്നത്. തന്നെ മലയെ കൂടുതൽ മരിച്ച കുഞ്ഞുങ്ങൾ വരെ ഉണ്ടായിരിക്കും. നമുക്കൊന്നും ഈ കാര്യത്തെ കുറിച്ച് കൂടുതലാണല്ലോ. ഉദാഹരണത്തിന് ഈ കുഞ്ഞിനെ കണ്ടു. ഇത് ഇവരുടെ സ്വന്തം കുട്ടിയായിരുന്നുവെങ്കിൽ ഇവരിട്ടിട്ട് ഓടുമായിരുന്നു. ഇത് അവരുടെ സ്വന്തം കുട്ടിയല്ല, അതുകൊണ്ട് അവരിട്ടിട്ടോടി. നൊന്ത് പ്രസവിച്ച ഏതെങ്കിലും അമ്മമാർ കുഞ്ഞിനിട്ടിട്ട് ഓടും. പെട്ടെന്ന് പോലീസിനെ വിളിക്കാച്ചി. പോലീസൊന്നും വേണ്ട. ഇവളെ നൊന്ത് പ്രസവിച്ച അമ്മമാരാണ് ചെയ്യേണ്ടത്. ഈ കുഞ്ഞിനെ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഈ കുട്ടിയെ അധികൃതരെ ഏൽപ്പിക്കാം. എന്താ പോരെ? അപ്പൊ ഇവളെ പോലീസ് സ്റ്റേഷനിലും. കടവുളേ